ഹായ് എവ്രി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്, ഇനി അങ്ങോട്ട് പഴയ പോലെ വീഡിയോ ഒക്കെ ഇടാമെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ മറൈൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെന്നൈയിലുള്ളൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്, കുറച്ച് മുന്നേ പോയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ളതിനൊക്കെ കുറച്ച് താമസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇത് ECR റൂട്ടിലാണ് മറൈൻ കിങ്ഡം സ്ഥിതി ചെയ്യണത് കേട്ടോ. നമ്മുടെ സ്കൂളിൽ നിന്ന്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് അവിടേക്ക് വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊന്നും അവൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് മോള് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടേക്ക് ഞങ്ങളും കൂടി ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും മറൈൻ വേൾഡ് മ്യൂസിയങ്ങളായിട്ടൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഇതുള്ളത്. ഇത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ചെന്നൈയിൽ നിന്ന് ഒരു 45 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ടാവും. ECR റോഡ്, അതായത് മഹാബലിപുരമൊക്കെ പോകുന്ന ഈസ്റ്റ് കോസ്റ്റ് റോഡിലാണ് ഉള്ളത്. മഹാബലിപുരം എത്തണ്ട, അതിന് മുന്നാണ് കേട്ടോ. അവിടെ ടിക്കറ്റ് ഉണ്ട്. 675 രൂപ അഡൾട്ടിനും 575 രൂപ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയ കാഴ്ചകളൊക്കെയാണ് ഇതിൽ കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് അവിടുത്തെ ടച്ച് പൂളാണ്. സ്റ്റാർ ഫിഷിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാം. ഇതങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഇങ്ങനെ വാട്ടർഫോൾസ് വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ഫോട്ടോ സ്പേസ് ആണത്. ഇതവിടെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തു കൊടുക്കും. ഇതെല്ലാം നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. അവിടെ നമുക്കിഷ്ടമുള്ള എന്താ വേണ്ടതെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമുക്കിഷ്ടമുള്ളൊരു ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തു തരും. അത് രസമായിരുന്നു കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ടണലുണ്ട്, കണ്ടോ. നമുക്കവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പൂളിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഫിഷിൻ്റെയൊക്കെ അടുത്ത് അങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ അടയ്ക്കുകയും അതുപോലെ വിടരുകയും ചെയ്യും. കുട്ടികൾക്കുള്ള വേറൊരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. അവർ വരയ്ക്കുന്ന അവരുടെ പേരുള്ള ഒരു എന്ത് ആണെങ്കിൽ അത് ഫിഷിൻ്റെ ഉണ്ട്, ടാറ്റയിൽ, അതൊക്കെ അവിടെ സ്ക്രീനിൽ വരും അവരുടെ പേരോട് കൂടിയിട്ട്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി നമുക്ക് കൂടുതൽ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.